ആണുങ്ങൾക്ക് കുറഞ്ഞ ഇബാദത്ത് പോരാ, അവർക്ക് അധികം ഇബാദത്ത് വേണം. കാരണം ഫർള് കിഫായ എന്ന് പറയുന്ന ഒരു ബാധ്യതയുണ്ട്, അത് മുഴുവനും പുരുഷന്മാർക്കാണ്, അല്ലേ? സ്ത്രീകൾക്ക് അവിടെ ഫർള് കിഫായ ഉണ്ടോ? ജനാസ കുളിപ്പിക്കൽ ബാധ്യത, അത് കഫൻ ചെയ്യൽ, മറവ് ചെയ്യൽ, നിസ്കരിക്കൽ. ഒന്ന് കൂട്ടി നോക്കൂ. നാട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു രോഗി, ആ രോഗിയെ നോക്കേണ്ട ചുമതല ആർക്കാ? ആണുങ്ങൾക്കാണ്, പെണ്ണുങ്ങൾക്കല്ല. പുരുഷന്മാർക്കാണ് ആ ബാധ്യത. നാട്ടുകാരോട് മൊത്തം വരും ചോദ്യം, എന്തുകൊണ്ട് ആ മനുഷ്യനെ നോക്കിയില്ല? മുസ്ലിം ആകട്ടെ അമുസ്ലിം ആകട്ടെ ആരാകട്ടെ ഒരു മനുഷ്യനല്ലേ? ഒരു മനുഷ്യൻ രോഗഗ്രസ്തനായി കിടന്നു, നാട്ടുകാരൊന്നും തിരിഞ്ഞു നോക്കിയില്ല എന്ന് കൂട്ടിക്കോളൂ. ആ നാട്ടിലെ മൊത്തം മുസ്ലിങ്ങളും ആ വിഷയത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. അതുകൊണ്ടാണല്ലോ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, ആരും ഏറ്റെടുക്കാത്ത ഒരു മനുഷ്യനെ, അദ്ദേഹം നോക്കിയിട്ടൊരു മുസ്ലിമാണ്, പക്ഷെ നമ്മളെ നാട്ടുകാരൊന്നല്ല, ഏതോ നാട്ടിലുള്ള ആളാ, പക്ഷെ ആരും ഏറ്റെടുക്കുന്നില്ല. പക്ഷെ ആരേറ്റെടുക്കണം? മുസ്ലിങ്ങൾ ഏറ്റെടുക്കണം. മരിച്ച ആളെ ഏറ്റെടുക്കാൻ കുറെ ചെലവില്ലേ? ആ ചെലവൊക്കെ പൊതു മുസ്ലിങ്ങൾ വഹിക്കണം, ബാധ്യതയാ. നമ്മളെ നാട്ടിലാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ റോഡ് സൈഡിൽ കൊണ്ടിടാൻ പറ്റുമോ? പറ്റില്ല. നമ്മോട് കൽപ്പനയുണ്ട്. മുസ്ലിമാണോ അമുസ്ലിമാണോ തിരിച്ചറിയുന്നില്ല, ആരും ഏൽക്കുന്നില്ല. അപ്പോഴും മുസ്ലിങ്ങൾക്ക് ബാധ്യതയുണ്ട്. ഒരു മനുഷ്യ ശരീരമാണ്, അതിനെ കുളിപ്പിക്കണം, കഫൻ ചെയ്യണം. കഫൻ ചെയ്യാന്നാണ് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള ഒന്നല്ല, ഒരു മനുഷ്യന്റെ എന്ന അർത്ഥത്തിൽ അതിനൊരു ബഹുമാനമുണ്ട്. മുസ്ലിമിന് കുഴിക്കുമ്പോൾ ഒരു ഖബർ കുഴിക്കണം. ഒരു പൊതുസ്ഥലത്ത്, പൊതു ശ്മശാനം നാട്ടിലുണ്ടെങ്കിൽ അവിടെ അടക്കം ചെയ്യണം. മയ്യത്ത് നിസ്കാരം ആളറിയാത്തോണ്ട് ഉണ്ടാവില്ലല്ലോ. എന്താ ബാധ്യത? ഫർള് കിഫായകളൊക്കെ നമ്മുടെ പെരടിയിലാണ്. അത് ചെറിയൊരു ബാധ്യതയാണെന്ന് കണക്കൂട്ടരുത്, വലുതാണ്.